അവർ എത്രയോ ക്വൈറ്റാണ്, എത്രയോ ലെസ് സംസാരിക്കുക. അതല്ല, ഞാൻ ഭയങ്കര വേർബലും എൻ്റെ ഒരു ഡിസിഷനും ഒരു തോട്ട് പ്രോസസ്സും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പറയുന്ന ഒരു സംഭവമാണ്. സോ ഫോർ മീ അനു വാസ് വെരി ഡിഫറെന്റ്. അതൊക്കെ എഴുതി മനസ്സിലാക്കി എന്തായിരിക്കും ഒരു പോലീസുകാരന്റെ ഒരു ഭാര്യയായിട്ട് ജീവിക്കാൻ നേരത്ത് അവര് അത്രത്തോളം വീട്ടില് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അത് മനസ്സിലാക്കി വീട് നടത്തി എടുക്കണം. സംവെയർ യു ആർ ഇൻ കമാൻഡ് ഓഫ് ദ ഹൗസ്. എത്രത്തോളം അവര് മനസ്സിലാക്കാൻ, അത് ദിന്നാത്ത് ക്യാരക്ടറിന് വർക്ക് പ്രഷർ ഉണ്ട്. അത് വെച്ചിട്ട് ആവുന്നോളം അവരോട് വിളിക്കാതെ ഇരിക്കുക. സോ അതിലും പറയുന്നുണ്ട് ദിന്നാഥ്, എന്താ ഇത്ര, ആക്ച്വലി ദിലീഷ് ഏട്ടന്റെ ക്യാരക്ടർ ചോദിക്കാറുണ്ട്, എന്താ പിന്നെ ഇത്ര നേരം വിളിക്കാതെ ഇരുന്നത്. സോ ദാറ്റ് ഈസ് അനു ട്രൈങ് ടു സമാളിക്കിഫൈ ദ സിറ്റുവേഷൻ. എല്ലാം ഒന്ന് പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിൽ ആയിരുന്നു. പക്ഷെ ഒരു ടൈമിൽ അത് കൊളാപ്സ് ആവും. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ടും അമ്മ ICUലായിട്ടും ഇതായിട്ടും ഷീസ് ക്വൈറ്റ്, ബിക്കോസ് അറിയാം വർക്ക് പ്രഷർ ഉണ്ട്. ആ ബോധറേഷൻ അല്ലാതെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു വിത്ത് അനു ക്യാരക്ടർ. ഇറ്റ് വാസ് ഓൾ റിട്ടേൺ ബൈ മീ ടു അണ്ടർസ്റ്റാൻഡ്. ആളുകള് പടം കണ്ടിട്ട് ഭയങ്കര ഷോക്കിംഗ് ആണ്, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ അനുഭവം സിനിമ കണ്ടപ്പോ എനിക്കും ഉണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് പോയത് അയ്യോ അനു വീട്ടിലുണ്ടല്ലോ, അതായിരുന്നു എന്റെ ആ സീൻ. പ്രത്യേകിച്ച് വരുമ്പോ അനു എവിടെയാണെന്ന് ആളുകൾ തപ്പുന്നുണ്ട്, ഫ്രെയിം ഫ്രീസ് ചെയ്തിട്ട്. കൊറേ ആൾക്കാര് എന്നോട് ചോദിച്ചു അനുവിന് എന്തായി അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയില്ല, എനിക്ക് വരെ അറിയില്ല. പക്ഷെ യെസ്, അത് ആ കഥ സംബന്ധിച്ചോളം ഇറ്റ് വാസ് ന്യായം. ആസ് എ മേക്കർ what was right, they did it. So it was, എനിക്ക് തന്നെ, ഞാൻ ഒരു പടം കാണാൻ നേരത്തെ ഞാൻ അഭിനയിച്ച പടമാണെങ്കിലും എനിക്ക് ഓഡിയൻസ് ഫീൽ ആണ്. നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട്, ബിക്കോസ് ആ കഥാപാത്രം അല്ലല്ലോ ഞാൻ പടം കാണുന്നത് കൃഷിയായിട്ടാണ്. എനിക്കത് കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഹിറ്റായി. I cried after I watched. So എനിക്കത് ഹാർഡ് ഹിറ്റിംഗ് ആയിരുന്നു. സ്വന്തം പടം കണ്ടു കരഞ്ഞിട്ടുണ്ടോ? സ്വന്തം പടം കണ്ട് ഞാൻ നല്ല അർത്ഥത്തിലാണോ ചോദിച്ചത്? ലൈക്ക് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ അതിൽ ഇമോഷൻ കണ്ടിട്ടല്ലേ കറന്നുണ്ട്. ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പൊ ഹാപ്പി വെഡിങ്ങില് എനിക്ക് ജയിലിലെ സീക്വൻസ്, സ്റ്റേഷനില് ഷാഹിന ചീറ്റ് ചെയ്തു എന്നറിയുമ്പോ തോന്നുമ്പോ ആ മൊമെന്റില് ചെറുതായിട്ട് കണ്ടു പറയുന്നുണ്ട്. അതുപോലെ തന്നെ 19ാം നൂറ്റാണ്ടിന്റെ ക്ലൈമാക്സ് സീക്വൻസ്, കയാദുന്റെ പോർഷൻസ് ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ പ്രേമത്തില് ജോർജിന്റെ ഇമോഷൻസ്. അതായത് we will be able to relate. Why I'm able to relate is you'll go straight to the shot when you watch the film. You go to the shot when you were performing. You get a glimpse of it. And that will move you a bit. കാരണം what you have invested has come out. നമ്മളൊരു എമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതിൽ, മെന്റൽ ഇൻവെസ്റ്റ്മെന്റ്. നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഇമോഷണൽ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇന്നു മുതൽ എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നു മുതലിന്റെ ക്ലൈമാക്സിന്റെ പോർഷനിലൊക്കെ ഞാൻ പടികളൊക്കെ ഇറങ്ങി പോകുന്ന സീക്വൻസും സംഭവം ഉണ്ടാവും. പുള്ളി, നമ്മുടെ ആ പ്രായമായിട്ടുള്ള പുള്ളീനെ അവിടെ ആക്കിയിട്ട് ഇറങ്ങി പോകുന്ന സംഭവത്തില് അതവിടെ ഷോട്ട് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഫീലും മൂഡും ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ അവിടെ കിട്ടുക മോട്ടിവേഷൻ അവിടെ തന്നെ ഉണ്ടാവും. ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് ഒരു മ്യൂസിക് റെഫറൻസ് ഒക്കെ ഇട്ടിട്ട് ചുമ്മാ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഫീല് കിട്ടുമായിരുന്നു. അത് തിയേറ്ററിലും കാണുമ്പോൾ അങ്ങനത്തെ സീക്വൻസസ് ഒക്കെ തീർച്ചയായിട്ടും കണ്ടെന്നറിയാറുണ്ട്. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. എനിക്ക് അങ്ങനത്തെ സിനിമകൾ, അല്ലെങ്കിൽ സന്തോഷ കണ്ണീരും ഇതൊക്കെ വരുന്നതാണ്. അത് സ്ക്രീനിൽ കാണുന്ന സംഭവം നമുക്ക്, അല്ലെങ്കിൽ കാണുമ്പോൾ ആ ഇമോഷൻ നമ്മളിലേക്ക് പകരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സക്സസ്ഫുൾ ആണെന്നാണ്. ആ സീനും അല്ലെങ്കിൽ ആ സിറ്റുവേഷനും ഭയങ്കരമായിട്ട് നമ്മൾ. സിജേട്ടൻ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ് ഇപ്പോൾ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആളുകൾക്ക് ആ ഒരു ബോധ്യമുണ്ട്, സിജുവിനെ അഭിനയിക്കാൻ അറിയാം, അങ്ങനത്തെ ഒരു പ്രോമിസും ഉണ്ട്. പക്ഷെ സിജേട്ടന് ഇപ്പോഴും ഒരു പ്രൊജക്റ്റ് മൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനോ, അതിനൊരു സിജേട്ടൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സിനിമ രൂപമാക്കാനോ സ്ട്രഗിൾ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സ്ട്രഗിൾ ഉണ്ട്. പിന്നെ കാരണം ഒരു ഇനീഷ്യൽ പുള്ള് മാറ്റേഴ്സ്. ഇനീഷ്യൽ പുൾ എന്ന് പറയുന്ന മാറ്റേഴ്സ്. കാരണം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സിനിമ ലൈഫിൽ
സംഭവിച്ചു കഴിയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് സിനിമകൾ, ഇപ്പൊ എന്റേതായിട്ടുള്ള സിനിമകൾ അങ്ങനെ സോളോ ഹീറോ പടം. അങ്ങനത്തെ സിനിമകൾ സംഭവിച്ചു കഴിയുമ്പോഴാണ് ഒരു ഇനീഷ്യൽ പുള്ളും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നല്ല എന്റർടൈനേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ ഒരു പുള്ളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഈവൻ ഹാപ്പി വെഡിങ് എന്ന് പറയുന്ന സിനിമ നമ്മൾ ഫസ്റ്റ് പത്മയിൽ കാണാൻ ചെല്ലുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സും കുറച്ച് ആൾക്കാരും ഉള്ളൂ. ഒരു നമ്മള് കുറച്ച് പേരുള്ളൂ, ഒരു 10-30 പേരൊക്കെ ആ സിനിമ കാണാനുള്ളൂ. അപ്പൊ അന്ന് കമ്പട്ടിപ്പാടം ഇറങ്ങിയേക്കണം, അപ്പുറത്ത് കമ്പട്ടിപ്പാടം നടക്കുക. പിന്നെ കത്തി സൺഡേ എന്ന് പറഞ്ഞൊരു തമിഴ് പടം ഉണ്ട്, വിശാലിന്റെ ഒരു തമിഴ് പടം. അപ്പൊ ഇതൊക്കെ ഇറങ്ങിയേക്കാം. അപ്പൊ ദുൽഖറിന് ഓൾറെഡി ഇനീഷ്യൽ പുള്ളിലാണ്, പിന്നെ രാജീവേട്ടൻ ചെയ്യുന്ന സിനിമ. ഇതൊരു ക്ലാസ് മൂവി ആയിരുന്നു. അപ്പൊ നമ്മള് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഗ്രേസിന്റെ റാഗിങ് സീക്വൻസ് വന്നത് തൊട്ട് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലീസ് ഒക്കെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിലും അതുവരെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ആ റാഗിങ് സീനിൽ എല്ലാവരും കടിച്ചു വിടിച്ചിരുന്ന സാധനങ്ങളെല്ലാം പൊട്ടിത്തെറിച്ച് തരിപ്പണിട്ട് എല്ലാവരും ചിരി തുടങ്ങി. പിന്നെ അങ്ങോട്ട് ചിരിയുടെ പൂരമാണ്, തിയേറ്ററിൽ ഫുൾ ഇങ്ങനെ ചിരിയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഫസ്റ്റ് ഷോ കഴിഞ്ഞ് മാറ്റിനി തൊട്ടിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് കയറി തുടങ്ങി. അപ്പൊ അത് പതിയെ പതിയെ മൗത്ത് പബ്ലിസിറ്റിയിലാണ് കയറി വന്നത്. അപ്പോൾ ആ സിനിമ ഒരു 105 ദിവസം ഓടിയെങ്കിലും ഇനീഷ്യൽ പുൾ അതിനുണ്ടായിട്ടുള്ള ഒരു സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. 19ാം നൂറ്റാണ്ടിൽ പിന്നെയും ഒരു ഇതുണ്ടാണ്. വിനയൻ സാറിന്റെ ഒരു ക്രാഫ്റ്റും വിനയൻ സാറിന്റെ വലിയ സ്കെയിലാണ് ആയതുകൊണ്ട് ട്രെയിലറൊക്കെ ഇംപ്രസീവ് ആയിരുന്നു. അതെ, ഇംപ്രസീവ് ആയിരുന്നു. അപ്പോൾ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന മൂവി കാരണം അങ്ങനത്തെ ഒരു സംഭവം വന്നായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് ഓഡിയൻസിനെ എത്തിക്കാനായിട്ടുള്ള സ്ട്രഗിള് എപ്പോഴും നടക്കുന്നുണ്ട്. അശ്വിൻ എന്നുള്ള ആക്ടറിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്തായാലും ഈ കമൽഹാസൻ ആക്ടറിനെ പറ്റി സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ ഇപ്പൊ നമ്മൾ അദ്ദേഹത്തെ പറ്റി റിസർച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ലൈഫിൽ കുറെ പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോഴാണ് നമ്മൾ ഈ ഗാന്ധിജി 2 കൈ കൊണ്ട് എഴുതിയിരുന്നു, അദ്ദേഹം ആംബിഡെക്സ്റ്റസ് ആയിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ ഒരു സാധാരണ പെട്ടിക്കട വരെ എത്തിയത് എന്നൊക്കെ ആള് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പോയി വോട്ട് ചെയ്തില്ലെങ്കിൽ ശരിക്കും നമുക്ക് എന്താ സംഭവിക്കുന്നത്, എങ്ങനെയാണ് പൊളിറ്റിക്സ് നമ്മൾ എഫക്ട് ചെയ്യുന്നത് എന്നൊക്കെ പുള്ളി പറയുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. കുറെ സംസാരിക്കും പുള്ളി, എന്നാലും സ്റ്റിൽ. സോ അശ്വിൻ ആസ് എ ഹ്യൂമൻ ബീങ്, ആക്ടർ എന്നുള്ളത് മാറ്റി വയ്ക്കാം, ആക്ടറിൽ ഞാൻ വരാം. അല്ല, ആസ് എ ഹ്യൂമൻ ബീങ് കമൽഹാസൻ റെഫറൻസ് കുറച്ചുകൂടി നോളജബിൾ ആക്കുന്നുണ്ടോ ആസ് എ പേഴ്സൺ? I mean, on a personal level. Yes. No, I've never taken him very personally. As in, it has always been, that's a different thing aside altogether. So my thing with Kamal Haasan started when I was actually his real good fanboy, just a normal fanboy. Okay. Since childhood, my first memory is Aburo Sodaragal, and that sort of still lives on and all of that. But I was born with a deformity. So I went through a lot of surgeries. So I had a lot of complexes in my head. And for a very long time, I didn't have a lot of complex because I wasn't aware of it. Okay. But later is when, I was bullied in school and stuff like that. And, I was always having the minus degrees of confidence. Absolutely. Like, I've never stepped on stage and I had speech issues. Okay. I used to talk like when guys used to bully me in the school bus. Maybe when I was in 2nd or 3rd grade, I don't know. Oh, beta, dera. So, കുറച്ച് അവിടെ മിക്സ്ഡ് ആണ്. I studied in Dubai. So, കുറച്ച് സിന്ധി പിള്ളേരും അവരൊക്കെ ഉണ്ടാവും. അപ്പോൾ अपना बर्थडे कब है बोल, ഇങ്ങനെയായിരുന്നു എൻ്റെ സ്പീച്ച്.